മാതൃദിനത്തിൽ അമ്മയോടൊപ്പമുള്ള അപൂർവ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് മോഹൻലാൽ. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് മോഹൻലാൽ ചിത്രം പങ്കുവച്ചത്. മാതൃദിന ആശംസകൾ എന്നതിനോടൊപ്പം കുട്ടിയായിരുന്ന മോഹൻലാലും അമ്മ ശാന്തകുമാരിയുമുള്ള ഫോട്ടോയാണ് മോഹൻലാൽ പങ്കുവച്ചത്. നിരവധി പേരാണ് മോഹൻലാലിനും അമ്മയ്ക്കും ആശംസ നേർന്ന് ഈ പോസ്റ്റിനടിയിൽ കമന്റുകളുമായി എത്തിയത്. ഫേസ്ബുക്കിൽ തന്നെ 42,000 മുകളിലായിരുന്നു ലൈക്കുകളും അതിനൊത്ത കമന്റുകളും എത്തിയത്. ഈ അവസരത്തിലാണ് അമ്മയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്നത്. മോഹൻലാലിന് അമ്മയോടുള്ള സ്നേഹം പലപ്പോഴും അദ്ദേഹം പ്രകടിപ്പിക്കാറുമുണ്ട്. ഇപ്പോഴും കളിച്ചിരിച്ച് നടക്കുന്ന അമ്മമാരെ കാണുമ്പോൾ തന്റെ അമ്മ അസുഖം ബാധിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതൊക്കെ വിഷമത്തോടെ നമ്മളെല്ലാവരും കേട്ടിരുന്നതാണ്. മലയാള സിനിമകൾ ആസ്വദിക്കാറുള്ള ഏതൊരു അമ്മയുടെയും ആഗ്രഹമാണ് മോഹൻലാലിനെ പോലെ ഒരു മകൻ. കുസൃതി കാട്ടിച്ചിരിക്കുന്ന, മടിയിൽ തലവെച്ച് കിടന്ന് വർത്തമാനം പറയുന്ന, അമ്മയെ പ്രാണനെ പോലെ ചേർത്ത് പിടിക്കുന്ന മകൻ. സ്ക്രീനിൽ കവിയൂർ പൊന്നമ്മയും KPC ലളിതയും സുകുമാരിയും ഒക്കെ മോഹൻലാലിന്റെ അമ്മമാരായി തകർത്ത് അഭിനയിച്ചപ്പോൾ മലയാളികളുടെ കണ്ണും ഹൃദയവും നിറഞ്ഞിരുന്നു. ബിഗ് സ്ക്രീനിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും മലയാളികളുടെ മോഹൻലാൽ അങ്ങനെ ഒരു മകനാണ്. തന്റെ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, അമ്മയെ ഓർത്ത് കണ്ണു നിറയുന്ന മകൻ. അമ്മ മാത്രമാണ് ഇപ്പോൾ മോഹൻലാലിനൊപ്പം ഉള്ളത്. അച്ഛനെയും ജ്യേഷ്ഠനെയും എല്ലാം ലാലിന് നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു. സിനിമയിൽ മോഹൻലാൽ നിറ കണ്ണുകളോടെ നിൽക്കുന്നത് പലതവണ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ അന്നും ഇന്നും അമ്മയുടെ മുഖവും ശബ്ദവും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് ലാലിന്റെ കണ്ണുകൾ നിറയുന്നത്. മോഹൻലാലിന്റെ അമ്മയായതുകൊണ്ട് തന്നെ ശാന്തകുമാരിയോട് മലയാളികൾക്കും ഒരു പ്രത്യേക സ്നേഹമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ശാന്തകുമാരി കിടപ്പിലാണ്. എറണാകുളത്തെ വീട്ടിലാണ് ശാന്തകുമാരി ഉള്ളത്. ഷൂട്ടിംഗ് തിരക്കുകളിൽ നിന്നെല്ലാം വിട്ട് ഇടയ്ക്ക് കുറച്ചു സമയം അമ്മയ്ക്കൊപ്പമായിരിക്കാൻ മോഹൻലാൽ ഓടിയെത്താറുണ്ട്. ഇപ്പോൾ വീണ്ടും മോഹൻലാലും ശാന്തകുമാരിയും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഒരിക്കൽ കൈരളി TVയിലെ JB ജംഗ്ഷനിൽ പങ്കെടുത്ത് സംസാരിക്കവേ നിറകണ്ണുകളോടെയാണ് അമ്മയുടെ ആരോഗ്യത്തെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചത്. അന്നായിരുന്നു പ്രേക്ഷകരും അത് നിറകണ്ണുകളോടെ കേട്ടതും. അമ്മ സംസാരിക്കും, എന്നാൽ ക്ലാരിറ്റി കുറവാണ്. എങ്കിലും അമ്മ സംസാരിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാകും. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അമ്മയ്ക്ക് വയ്യാതായത്. ആരോഗ്യത്തോടെ കുട ചൂടി നടന്നും ബസ് കയറിയും ഒക്കെ യാത്ര ചെയ്യുന്ന അമ്മമാരെ കാണുമ്പോൾ ഒക്കെയും എന്റെ അമ്മയും ഇങ്ങനെ ഇരിക്കേണ്ട ആളായിരുന്നുവെന്ന് ഓർക്കാറുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു. മകനെ വില്ലനായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നത് ശാന്തകുമാരി അമ്മയെ സംബന്ധിച്ച് ഏറെ വേദനയുണ്ടാക്കാറുള്ള ഒന്നായിരുന്നു. താൻ ഫൈറ്റ് സീൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ അമ്മ ആദ്യം പരിശോധിക്കുന്നത് എന്റെ ദേഹത്തെ മുറിവുകളും ചതവുകളും ഒക്കെയാണെന്നാണ് മോഹൻലാൽ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത്. അമ്മയെക്കുറിച്ചുള്ള മോഹൻലാലിന്റെ വാക്കുകൾ ഇന്ന് മദേഴ്സ് ഡേയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അമ്മയ്ക്കൊപ്പമുള്ള മോഹൻലാലിന്റെ ആ പഴയ ചിത്രം പങ്കുവച്ചപ്പോൾ മുതൽ വലിയ വാർത്തകളാണ് അമ്മയും മകന്റേതുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയതും.